അങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായിട്ടുണ്ട്. ഭീഷ്മ എന്ന് നാണിച്ചിട്ട് സത്യവതി ആരോട് പറഞ്ഞു? ഭീഷ്മനോട് പറഞ്ഞു. അവനാണ് വ്യാസൻ. അവൻ്റെ പേര് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ളവനാണ്. അതുകൊണ്ട് അവന് കൃഷ്ണൻ. ദ്വൈപായനൻ, ദ്വീപിൽ ജനിച്ചവൻ, അപ്പോൾ കൃഷ്ണദ്വൈപായനൻ. വ്യാസൻ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ വിഭജിച്ചവൻ. ഒറ്റ വേദം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അതിനെ ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ വിഭജിച്ചത് വ്യാസന. വ്യസിക്കുക, വിഭജിക്കുക. അവൻ വേണമെങ്കിൽ എന്താ പിന്നെ അമ്മയെ സംശയിക്കാനുള്ള, അദ്ദേഹത്തെ വരുത്തൂ. എന്നിട്ട് വിചിത്രവീര്യ ക്ഷേത്രങ്ങളിൽ, ഭാര്യയ്ക്ക് ക്ഷേത്രം എന്നാ പറയുക, വിചിത്രവീര്യ ക്ഷേത്രം, ഭർത്താവ് ബീജം, ഭാര്യ ക്ഷേത്രം. സന്താനത്തിന് ബീജബലവും വേണം, ക്ഷേത്രബലവും വേണം. അതാണ് പഴയ കണക്ക്. അപ്പോൾ വിചിത്രവീര്യ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രം എന്ന് പറയുന്നത് വയലെന്നും അർത്ഥമുണ്ട്. അത് പിന്തിരിപ്പം പദമാണോ മുന്തിരിപ്പം പദമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പഴയ കാലത്ത് അങ്ങനെ അർത്ഥമുണ്ട്.